ഹായ് ഓൾ, വെൽക്കം ടു മെൻഡിസ് കൊമേഴ്സ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2 തുല്യത ബിസിനസ് സ്റ്റഡീസ്. നമ്മുടെ ചോദ്യപേപ്പറിൽ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഉദ്യോഗവൽക്കരണ പ്രക്രിയ. ഉദ്യോഗവൽക്കരണം എന്ന ചാപ്റ്ററിലുള്ളതാണ്. എപ്പോഴും ചോദിക്കാറുണ്ട്, റിപ്പീറ്റഡ് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ. ഉദ്യോഗവൽക്കരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരിൽ തന്നെ ഉണ്ട്. ഒരു ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള വർക്കേഴ്സിനെ കണ്ടുപിടിക്കുക, അവരെ നിയമിക്കുക, അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുക, അവരുടെ ആവശ്യമായിട്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, കോമ്പൻസേഷൻ കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രക്രിയയാണ് ഉദ്യോഗവൽക്കരണ പ്രക്രിയ എന്ന് പറയുന്നത്. ഉദ്യോഗവൽക്കരണം എന്ന് വെച്ച് തന്നെ എന്താണ്? ഒരു ഓർഗനൈസേഷന് വേണ്ട വർക്കേഴ്സിനെ കണ്ടുപിടിക്കുക. പേരിന്ന് തന്നെ നമ്മളത് കണക്ട് ചെയ്ത് പഠിച്ചു വെച്ച് വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈ ഒരു പ്രക്രിയ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനൊരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ കീപ്പ് ചെയ്ത് തന്നെ എഴുതണം. നമുക്ക് 8 സ്റ്റെപ്പാണുള്ളത്, അല്ലെങ്കിൽ 8 പ്രക്രിയ, 8 സ്റ്റെപ്പ് മെയിനായിട്ട്. ഒന്നാമത്തെ എന്താണ്? മനുഷ്യ വിഭവശേഷി ആസൂത്രണം. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഫസ്റ്റ് എന്ത് പഠിക്കണം? ഈ ഓർഡർ പഠിക്കണം. ആദ്യം മനുഷ്യ വിഭവശേഷി ആസൂത്രണം, പിന്നെ റിക്രൂട്ട്മെന്റ്, പിന്നെ എന്ത് ചെയ്യുന്നു? സെലക്ഷൻ എന്നൊരു സ്റ്റെപ്പ് ഇതിൻ്റെ ഇടയിലുണ്ട്. സെലക്ഷൻ. മൂന്നാമത് കിടക്കേണ്ടത് തിരഞ്ഞെടുക്കലാണ്. 4 നിയോഗിക്കലും പൊരുത്തപ്പെടലും, പ്ലേസ്മെന്റ് ഓറിയന്റേഷൻ. 5 പരിശീലനം. ഈ 3ഉം 4ഉം അങ്ങോട്ടും കൂടി മാറിയിട്ടുണ്ട് കേട്ടോ. 6 പ്രവർത്തന മികവ് വിലയിരുത്തൽ. 7 വേതനം. 8 സ്ഥാനക്കയറ്റം. നമുക്ക് നോക്കാം. മനുഷ്യ വിഭവശേഷി ആസൂത്രണം, മാൻ പവർ പ്ലാനിങ്. ഇപ്പൊ സ്ഥാപനത്തിൽ നമുക്ക് ഭാവിയിൽ വേണ്ടി വരുന്ന എംപ്ലോയീസിന്റെ എത്ര എണ്ണം വേണം, ഏത് ക്വാളിഫിക്കേഷനിലുള്ള ആൾക്കാർ വേണം, അവരുടെ യോഗ്യതകൾ എന്തൊക്കെയായിരിക്കണം, ഏത് തസ്തികയിലേക്ക് ആൾക്കാർ വേണം, തുടങ്ങിയ കാര്യങ്ങൾ മുൻകൂട്ടി തീരുമാനിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മനുഷ്യ വിഭവശേഷി ആസൂത്രണം എന്ന് പറയുന്നത്. ഇതിൽ 2 തരത്തിൽ നമുക്ക് ചെയ്യാം. ഒന്ന് പറയുന്നുണ്ട് ജോലിഭാരത്തിന്റെ വിശകലനവും ജോലിക്കാരുടെ വിശകലനം. അങ്ങനെ 2 തരത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഇതിൽ നോക്കി എന്താണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്? 2 പോയിന്റ് ഓർത്ത് വെക്കുക. ഒന്ന്, നമ്മൾ ഓർഗനൈസേഷനിൽ എത്ര ആൾക്കാരുണ്ട്, ഓൾറെഡി ഇപ്പം എത്ര വർക്കേഴ്സ് ഉണ്ട് എന്ന് നോക്കുന്നു. ഇനി ഫ്യൂച്ചറിൽ എത്ര ആൾക്കാർ വേണ്ടി വരും നോക്കുന്നു. ഇനി അങ്ങനെ വേണ്ടി വരികയാണെങ്കിൽ അവരുടെ യോഗ്യത, അവരുടെ എത്ര എണ്ണം വേണം, എത്ര കാലത്തേക്ക് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതാണ് ഇത് മനുഷ്യ വിഭവശേഷി ആസൂത്രണം എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. റിക്രൂട്ട്മെന്റിന്റെ ഉറവിടങ്ങൾ നമ്മൾ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും കാണുക. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ജോലിക്ക് ആവശ്യമായിട്ടുള്ള ജീവനക്കാരനെ നമ്മൾ എന്ത് ചെയ്യാം, എവിടെ നിന്ന് ലഭിക്കും എന്ന് കണ്ടെത്തുക. പിന്നെ അതുപോലെ തന്നെ ജോലിക്ക് അപേക്ഷിക്കാൻ അവരെ പ്രേരിപ്പിക്കുക എന്ന് ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിക്രൂട്ട്മെന്റ്. ജീവനക്കാരെ ലഭ്യമാക്കുന്ന വിവിധ ഉറവിടങ്ങൾ കണ്ടെത്തുക. ഇപ്പോൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഓരോ ഏജൻസികളെ സമീപിക്കുക, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക, നേരിട്ടുള്ള നിയമനങ്ങൾ നടത്തുക, ടെലിവിഷൻ അഡ്വർടൈസ്മെന്റ് കൊടുക്കുക, അങ്ങനെ ആൾക്കാരെ അറിയിക്കുക. എൻ്റെ ഒരു ഓർഗനൈസേഷനിൽ ഇത്രയും ഒഴിവ് വന്നിട്ടുണ്ടെന്ന് ആൾക്കാരെ അറിയിക്കുന്ന ഒരു പ്രക്രിയയെ നമുക്ക് എന്ത് പറയാം? റിക്രൂട്ട്മെന്റ് എന്ന് പറയാം. റിക്രൂട്ട്മെന്റ് കഴിഞ്ഞു. തേർഡ് എന്താണ്? തെരഞ്ഞെടുക്കലാണ്. ഒരുപാട് അപ്ലിക്കേഷൻസ് നമ്മുടെ ഓർഗനൈസേഷനിൽ ഇപ്പോൾ വന്ന് കിടക്കുന്നുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ബെസ്റ്റ് അപ്ലിക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് എന്താ പറയുക, ആപ്ലിക്കേഷൻസ് ഒക്കെ നോക്കി യോഗ്യരല്ലാത്തവർ, ക്വാളിഫിക്കേഷൻ ഒന്നും മീറ്റ് ചെയ്യാത്തവർ, യോഗ്യരല്ലാത്തവർ ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്തു. എന്നിട്ട് സെലക്ട് ചെയ്ത ആൾക്കാരെ നമ്മൾ അഭിമുഖത്തിന് വിളിച്ചു, എഴുത്തു പരീക്ഷ നടത്തി, എന്ത് ചെയ്യുന്നു? അങ്ങനെ നമ്മൾ ഏറ്റവും നല്ല ഒരാളെ നമ്മൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അവർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കുക. അതാണ് പറയുന്നത്. ഇനി അടുത്തത് 4മത്തെ എന്താണ്? നിയോഗിക്കലും പൊരുത്തപ്പെടലും. നിയോഗിക്കുക എന്ന് വെച്ചാൽ നമ്മൾ സെലക്ഷൻ, ഒരുപാട് എഴുത്തു പരീക്ഷകൾ നടത്തി, ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്ത്, ഇന്റർവ്യൂ നടത്തി, എന്നിട്ട് നമ്മൾ ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയാളെ നമ്മൾ എന്ത് ചെയ്തു? ഏതിലേക്കാണോ നമ്മൾ അയാളെ തിരഞ്ഞെടുത്തത്, നിയമന ഉത്തരവ് നൽകിയിട്ട് നമ്മൾ ആരേനാണോ നമ്മൾ തിരഞ്ഞെടുത്തത് അവരെ നമ്മൾ ജോലിയിൽ പ്രവേശിപ്പിക്കുകയാണ് എന്ത്? നിയോഗിക്കല്. ഇനി പ്ലേസ്മെന്റ് എന്ന് പറയും. ഓറിയന്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പുതിയ വന്ന എംപ്ലോയി നമ്മുടെ ഓർഗനൈസേഷനിൽ പുതിയതാണ്. ആ ഓർഗനൈസേഷനിലെ നിയമങ്ങളോ അവിടെയുള്ള വേറെ ജീവനക്കാരനൊന്നും ആൾക്കറിയില്ല, അയാൾ പുതിയതാണ്. അപ്പോൾ ആളെന്നെ എന്ത് ചെയ്യാണ്? അവിടുത്തെ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരുടെ വർക്കിംഗ് ടൈം എത്രയാണ്, ഈ ഓർഗനൈസേഷൻ്റെ റൂൾസ് ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെയാണ് വേറെ എംപ്ലോയീസ്, അവരുടെ പൊസിഷൻസ് എല്ലാം പറഞ്ഞു കൊടുക്കുക. അതിനെയാണ് പൊരുത്തപ്പെടൽ എന്ന് പറയുന്നത് കേട്ടോ. സഹപ്രവർത്തകരെയും സ്ഥാപനത്തിന്റെ നിയമങ്ങളെ പറ്റിയിട്ടൊക്കെ വ്യക്തമായിട്ട് ധാരണ നൽകുക, അതിനെയാണ് നമ്മൾ എന്താ പറയുക? പൊരുത്തപ്പെടൽ എന്ന് പറയുന്നത്. അതിനുശേഷം ആളെ എന്ത് ചെയ്തു? അയാൾക്ക് ജോലി കൊടുത്തു, അയാളെ ഓർഗനൈസേഷനിൽ പരിചയപ്പെടുത്തി കൊടുത്തു. പിന്നെ അയാൾക്ക് എന്ത് കൊടുക്കണം? വർക്കർക്ക് എന്തറിയില്ല? ജോലി അറിയില്ല. അപ്പോൾ അയാൾക്ക് എന്ത് കൊടുത്തു? പരിശീലനവും വികസനവും കൊടുത്തു.
പരിശീലനം കൊടുത്താലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം എന്ത് ചെയ്തു, അയാൾ വർക്ക് ചെയ്ത് തുടങ്ങി. 6ാമത്തെ സ്റ്റെപ്പാണ് ഇത്, പ്രവർത്തന മികവ് വിലയിരുത്തൽ. അപ്പോൾ ഓൾറെഡി അയാൾ വർക്ക് ചെയ്ത് തുടങ്ങി. ഇനി അപ്പോൾ അയാൾ എന്ത് ചെയ്യണു, അയാൾ എത്രത്തോളം വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു സ്റ്റാൻഡേർഡ് വെക്കും. ഇപ്പോൾ ഒരു ദിവസം സാധാ ജോലിക്കാണെങ്കിൽ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക ഒരാൾ, അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ്. അപ്പോൾ അതനുസരിച്ച് ആ വർക്കർ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കി. ഇല്ലെങ്കിൽ എന്തുകൊണ്ട്, അങ്ങനെ അയാളുടെ പെർഫോമൻസ് എന്ത് ചെയ്യുക, നമ്മൾ വിലയിരുത്തുന്നതാണ് പ്രവർത്തന മികവ് വിലയിരുത്തൽ എന്നതിൽ പറയുന്നത്. അങ്ങനെ വിലയിരുത്തിയതിനു ശേഷം എന്ത് ചെയ്തു, സ്ഥാനക്കയറ്റും കരിയർ പ്ലാനിങ്ങും. ആ എംപ്ലോയി നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്, അയാൾ നല്ല ഏബിൾ ആണ്, അയാൾക്ക് നല്ല രീതിയിൽ ഇനിയും വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അയാളിനെ എന്ത് ചെയ്തു, നമ്മൾ പ്രൊമോഷൻ കൊടുത്തു. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അയാൾക്ക് ഏതാണ് കൂടുതലായിട്ടുള്ള നല്ല വഴി എന്നും കൂടെ അയാൾ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അയാൾക്ക് കൂടുതൽ ഏതാണ് അയാൾക്ക് ചെയ്യാൻ പറ്റുക അതിനനുസരിച്ച് കണക്കിലെടുത്ത് അയാളിനെ ആ ഒരു ജോലിയിലേക്ക് നമ്മൾ നിർദ്ദേശിക്കും. ലാസ്റ്റ് പ്രതിഫലം നൽകലാണ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ട് വർക്കിന് പോകുന്ന, കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് സാലറി കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇൻഷുറൻസ് സംരക്ഷണം ഉണ്ടായിരിക്കും. ഓരോ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ട്, ESI ഉണ്ട്, PF ഉണ്ട്, പെൻഷൻ സൗകര്യങ്ങളുണ്ട്, ചിലപ്പോൾ താമസ സൗകര്യം കിട്ടും, ചികിത്സ സംവിധാനങ്ങളൊക്കെ കിട്ടും. അതൊക്കെ ഇതിൽ വരും, പ്രതിഫലത്തിൽ വരും. ഇതിൽ 2 തരം പ്രതിഫലം പറയുന്നത്, ടൈം റേറ്റും പീസ് റേറ്റും. ടൈം റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം 8 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അയാൾക്ക് ഫിക്സ്ഡ് ആണ് സാലറി.